ഡയാന മറിയം കുര്യൻ എന്ന പേര് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കാർത്തിക മേനോൻ എന്ന കുട്ടിയെ അറിയാമോ? പെട്ടെന്ന് ആലോചിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ? എന്നാൽ നയൻതാര എന്നും ഭാവന എന്നും പറഞ്ഞാൽ ഒരു മലയാളി പോലും മാറി ചിന്തിക്കില്ല. അതെ, ഔദ്യോഗിക രേഖകളിൽ മാത്രം ഒതുങ്ങിപ്പോയ സ്വന്തം പേരുകൾ മാറ്റി ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ കിട്ടിയ പുതിയ പേരുകളിലൂടെ കോടിക്കണക്കിന് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ മലയാളത്തിന്റെ പ്രിയ നായികമാരുടെ കഥകൾ തികച്ചും രസകരമാണ്. വെള്ളിത്തിരയുടെ മാന്ത്രികത തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ ഇത്തരം പേരുമാറ്റങ്ങളിലൂടെയാകാം. സിനിമയുടെ തുടക്കകാലം മുതലേ ഈ ട്രെൻഡ് ഇവിടെയുണ്ട്. സത്യൻ, പ്രേം നസീർ എന്നിവർക്കൊപ്പം തിളങ്ങിയ ഷീലയുടെ യഥാർത്ഥ പേര് ക്ലാര എബ്രഹാം എന്നായിരുന്നു. തൃശൂരിൽ ജനിച്ച ക്ലാരയ്ക്ക് തമിഴ് സിനിമയിലൂടെയാണ് ഷീല എന്ന പേര് ലഭിക്കുന്നത്. അതുപോലെ നർത്തകിയായി വന്ന് പിന്നീട് ചരിത്രം കുറിച്ച സീമയുടെ യഥാർത്ഥ പേര് ശാന്തകുമാരി നമ്പ്യാർ എന്നായിരുന്നു. നടൻ വിജയനാണ് അവർക്ക് സീമ എന്ന പേര് നൽകിയത്. മലയാള സിനിമയിലെ പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭ KPSC ലളിതയുടെ യഥാർത്ഥ പേര് മഹേശ്വരി അമ്മ എന്നായിരുന്നുവെന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയില്ല എന്നതാണ് സത്യം. തലമുറകൾ മാറിയപ്പോഴും ഈ മാന്ത്രികതയ്ക്ക് മാറ്റമുണ്ടായില്ല. തിരുവല്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഡയാന മറിയം കുര്യൻ എന്ന പെൺകുട്ടിയെ സത്യൻ അന്തിക്കാട് മനസ്സിനക്കരയിലൂടെ പരിചയപ്പെടുത്തിയപ്പോൾ അത് നയൻതാര എന്ന ലേഡി സൂപ്പർ സ്റ്റാറിലേക്കുള്ള തുടക്കമായിരുന്നു. തൃശൂർക്കാരി കാർത്തിക മേനോൻ സിനിമയിലെത്തിയപ്പോൾ അന്ന് ഇതേ പേരിൽ മറ്റൊരു നടി ഉണ്ടായിരുന്നതിനാലാണ് സംവിധായകൻ കമൽ അവൾക്ക് ഭാവന എന്ന മനോഹരമായ പേര് നൽകിയത്. ഇതുപോലെ നൃത്തവേദികളിൽ തിളങ്ങിയ ധന്യ വീണ എന്ന ആലപ്പുഴക്കാരിയെ സിബി മലയിൽ ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ നവ്യ നായറാക്കി മാറ്റി. കുറച്ചുകൂടി പിന്നോട്ട് നോക്കിയാൽ തമിഴ് സംവിധായകൻ ഭാരതി രാജയിലൂടെ ആശാ കേളുണ്ണി എന്ന മലയാളി പെൺകുട്ടി രേവതി എന്ന പേരിൽ തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായി മാറിയത് കാണാം. തിരുവനന്തപുരത്ത് നിന്നെത്തിയ കവിതാ രഞ്ജിനി എന്ന വിസ്മയം ഉർവശി എന്ന പേരിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ തിളങ്ങി നിന്നു. പുതിയ തലമുറയിലെ താരങ്ങളായ മീര ജാസ്മിന്റെ യഥാർത്ഥ പേര് ജാസ്മിൻ മേരി ജോസഫ് എന്നായിരുന്നു. ലോഹിതദാസ് ജാസ്മിനൊപ്പം മീര എന്ന് കൂടി ചേർത്തതോടെയാണ് അവർ സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറിയത്. പോസിറ്റീവ് എന്ന ചിത്രത്തിലൂടെ വന്ന ആയില്യ ഗോപാലകൃഷ്ണൻ പിന്നീട് തമിഴിലെ നാടോടികൾ എന്ന ചിത്രത്തിലെത്തിയപ്പോഴാണ് അനന്യ എന്ന ഭാഗ്യപ്പേര് സ്വീകരിക്കുന്നത്. പ്രണയമണിത്തൂവൽ എന്ന സിനിമയിലൂടെ എത്തിയ തൃശൂർ സ്വദേശിനി ഗർലി ആൻഡോയെ നമ്മൾ പിന്നീട് നെഞ്ചിലേറ്റിയത് ഗോപിക എന്ന പേരിലായിരുന്നു. മാതാപിതാക്കൾ സ്നേഹത്തോടെ വിളിച്ച പേരുകൾ സ്കൂൾ റെക്കോർഡുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ കലാലോകം നൽകിയ പുതിയ പേരുകൾ ഈ നടിമാരെ ജനലക്ഷങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠരാക്കി. എങ്കിലും വെറും പേരിലല്ല, അവർ ജീവൻ നൽകിയ അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ നായികമാർ എന്നും ഓർമ്മിക്കപ്പെടുന്നത്.